أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسيم. تلك آيات الكتاب المبين. لعلك باخع نفسك ألا يكونوا مؤمنين. إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1228 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറാഇൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. إن نشأ ننزل عليهم من السماء آية فظلت أعناقهم لها خاضعين. وما يأتيهم من ذكر من الرحمن محدث إلا كانوا عنه معرضين. فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. صدق الله العلي العظيم. സൂറത്ത് ശുഅറാഇലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമാണ്, 26-ാമത്തെ സൂറത്താണ് സൂറത്ത് ശുഅറാ. അശ്ശുഅറാ എന്നാണ് ഈ സൂറത്തിന്റെ പേര്. അശ്ശുഅറാ ഷാഇർ എന്നതിന്റെ ബഹുവചനമാണ് ശുഅറാ. ഷാഇർ എന്ന് പറഞ്ഞാൽ കവി എന്നാണ് അർത്ഥം. ശുഅറാ എന്ന് പറഞ്ഞാൽ കവികൾ. പലയിടത്തും ഇതിന്റെ ഏകവചനം ഷാഇർ എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഇനിയും പല സൂറത്തുകളിലും അത് കാണാനും ഇടയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ മക്കയിലെ ആളുകൾ ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപമാണ് അദ്ദേഹം ഒരു ഖയാലിയായിട്ടുള്ള ഒരു ഭാവനാജീവിയായ കവിയാണ് എന്നത്. അങ്ങനെ ഒരു പരാമർശം വരുന്നിടങ്ങളിലാണ് ഷാഇർ എന്ന വാക്ക് വിശുദ്ധ ഖുർആനില് ഉടനീളം ഉപയോഗിച്ചു കാണുക. സാഹിർ എന്ന് പറയുന്ന പോലെ തന്നെ മാരണക്കാരെന്നോ ജാലവിദ്യക്കാരെന്നോ ഒക്കെ ആഭിചാരം ചെയ്യുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സാഹിർ എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി മക്കയിലെ ആദ്യകാല ഇസ്ലാം വിരോധികൾ ഉപയോഗിച്ചിരുന്ന ആ പദം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഈ സൂറത്തിന്റെ തലക്കെട്ട് ഷാഇർ എന്നതിന്റെ ബഹുവചനം ശുഅറ എന്നതാണ്.
ഈ സൂറത്തിലെ 224-ാമത്തെ ആയത്തില് വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ എന്ന ഒരു എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. 227 ആയത്തുകളാണ് ഈ സൂറത്തില് ആകെയുള്ളത്. അതിലെ 224-ാമത്തെ ആയത്തില് നമുക്ക് ഈ പ്രയോഗം ശുഅറ എന്ന പ്രയോഗം വരുന്നത് കാണാം. അതിൽ നിന്നാണ് ഈ സൂറത്തിനൊരു അടയാളപ്പെടുത്തൽ എന്ന നിലക്ക്, അതിനെ ഒന്ന് വേർതിരിച്ച് ലേബൽ ചെയ്യുക എന്നുള്ള നിലക്ക് അശുഅറ എന്ന വാക്ക് അതിന്റെ തലക്കെട്ടായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോ പഠനം പൂർത്തിയാക്കിയ സൂറത്തുൽ ഫുർഖാൻ, അതിന്റെ മുമ്പ് സൂറത്തുൽ മുഅ്മിനൂൻ പോലെയുള്ള സൂറത്തുകളൊക്കെ അവതരിച്ച ഏകദേശം സമാനമായ ഘട്ടത്തിലാണ് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വത്തെ മക്കൻ മുശ്രിക്കുകൾ വെല്ലുവിളിക്കുന്നു. പാരത്രിക ജീവിതം എന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസത്തെ ആ സമൂഹം വെല്ലുവിളിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ ഫുർഖാനും സൂറത്തുൽ മുഅ്മിനൂനും ഒക്കെ പോലെ തന്നെ ഈ സൂറത്തും അവതരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യത്തിനുള്ള തെളിവ് ഹാജരാക്കണം എന്നാണ് അവര് ആവശ്യപ്പെടുന്നത്. ആയത്തുകൾ വേണം എന്നാണ് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ദർശനം, അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വാചകങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന ആദർശം, ഇതൊക്കെ തന്നെ ചരിത്രത്തില് വളരെ നിസ്തുലമായ ഒരു കാര്യമാണ്. പ്രവാചകന്മാരല്ലാതെ വ്യാജമായിട്ട് പ്രവാചകത്വം ബാധിച്ച ഒരാളും തന്നെ ഇങ്ങനെ മഹത്തരമായ ഒരു ആദർശവുമായിട്ട് കടന്നു വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാജ ലക്ഷ്യങ്ങളുമായിട്ട് ഭൗതിക നേട്ടങ്ങൾ കൊതിച്ചുകൊണ്ടോ ജനങ്ങളെ കയ്യിലെടുത്ത് തന്റെ ഗോപ്യമായ പല താല്പര്യങ്ങളും റിയലൈസ് ചെയ്യാം എന്നുദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരാളും തന്നെ ഇങ്ങനെ അത്യുത്തമമായ ഒരു ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ സാധ്യമല്ല. മക്കയിലെ ആളുകള് നിഷേധികളാവുന്നത് അവരുടെ ഒരു മനോഘടന അനുസരിച്ച്, അവരുടെ ജഡികമായ താല്പര്യങ്ങളെ മുൻനിർത്തി, അവരുടെ ഭൗതികാസക്തി ഒക്കെ കാരണമായി അള്ളാഹുവിന്റെ ദൂതൻ മുന്നോട്ട് വെക്കുന്ന ആദർശത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധത കാണിക്കാതെ അതിനോടുള്ള വിരോധവും ശത്രുതയും കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് അത് എതിരാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവര് തെളിവും ദൃഷ്ടാന്തവും ഒന്നും ചോദിക്കുന്നത് ഈ മുന്നോട്ട് വെച്ച കാര്യം ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ അത് ആവശ്യമുണ്ട് എന്നതിന്റെ പേരിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന, അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു മുടന്തൻ ന്യായം എന്നുള്ള നിലക്കാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയത്തുകൾ എത്ര തന്നെ കാണിക്കപ്പെടുകയാണെങ്കിലും അവരുടെ ആ മനോഘടന നിലനിൽക്കുന്നിടത്തോളം കാലം അവരാരും വിശ്വാസികളാകാൻ പോകുന്നില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമാണിത്. രണ്ടു തരം ആയാത്തുകള് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കാണിക്കപ്പെടാറുണ്ട്.
ഒന്ന്, അള്ളാഹുവിന്റെ ഉണ്മയെ ബോധ്യപ്പെടാൻ, ഈ പ്രപഞ്ച സാകല്യത്തിന്റെ സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ, തങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന പ്രവാചകന്റെ ദൗത്യ നിർവഹണ താല്പര്യം ഉൾക്കൊള്ളാൻ, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ, മരണാനന്തരം അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടാൻ പോകുന്നു എന്നൊരു കാര്യം പ്രവാചകൻ ജനങ്ങളോട് പറയുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കാൻ ഇതിനൊക്കെ ഉപകരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഈ പ്രപഞ്ച സാകല്യം നിറയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതേത് പ്രതിഭാസത്തെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാലും അതിലൊക്കെയും തന്നെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ വേണ്ട ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. സത്യസന്ധതയോടുകൂടിയുള്ള ഒരു സമീപനം മാത്രമാണ് അതിനാവശ്യമായിട്ടുള്ളത്. സത്യസന്ധമായി കാര്യങ്ങളെ കാണാൻ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ താല്പര്യത്തോടുകൂടി അതിനെ സമീപിക്കുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അള്ളാഹു വിശുദ്ധ ഖുർആനില് നൂറുകണക്കിന് സന്ദർഭങ്ങളിലായിട്ട് എടുത്തു കാണിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങള് നമ്മുടെ ചുറ്റും ഈ പ്രപഞ്ചത്തിൽ തന്നെ ധാരാളമുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിലും പ്രകൃതത്തിലും സ്വഭാവത്തിലും നമുക്ക് വായിച്ചെടുക്കാവുന്ന ഗംഭീരങ്ങളായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തില് അനന്തകോടി ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ഉൾക്കൊള്ളാൻ, മനുഷ്യന് ഓർമ്മപ്പെടുത്തലിനായിട്ട് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നു എന്ന വസ്തുത മനസ്സിലാക്കാൻ ഒക്കെ ഉപകരിക്കുന്നതാണ് ഈ വക ആയാത്തുകളൊക്കെ തന്നെ. മറ്റൊരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ ആഗമനത്തോടനുബന്ധിച്ചുണ്ടാവുന്ന ദൃഷ്ടാന്തങ്ങൾ. അത് ആ സമൂഹത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ സമൂഹം ഏതു വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കപ്പെടുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾക്ക് കൃത്യമായ അള്ളാഹു നിശ്ചയിച്ച ഒരു അജലുണ്ടാവും. ആ അജലിനകത്ത് ആ സമൂഹം സൃഷ്ടിപരമായ വിധത്തിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഭൂമുഖത്ത് വെച്ച് തന്നെയുള്ള ദൈവിക നടപടികളും ഉണ്ടാവും. മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണ ഘട്ടത്തില് ഫറോവയുടെ അടുക്കിലേക്ക് അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയക്കുന്നത്. അദ്ദേഹം അവിടെ പ്രപഞ്ച സാകല്യത്തിലെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഉണ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അവര് വീണ്ടും തെളിവാണ് ചോദിക്കുന്നത്. എങ്കിൽ ചില തെളിവുകൾ കണ്ടോളൂ എന്ന നിലക്ക് ചില ദൃഷ്ടാന്തങ്ങളൊക്കെ മൂസ അലൈഹി ഇസ്ലാം മുഖേന അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെടുമ്പോൾ വടി തറയിലിട്ട് പാമ്പാവുന്നതും, കൈ കക്ഷത്ത് വെച്ച് അത് തിളക്കമുള്ളതായി മാറുന്നതും, അസാധാരണമായ പല പ്രതിഭാസങ്ങളും അരങ്ങേറുന്നതും ഒക്കെ തന്നെ ധാരാളമുണ്ട്. 8-9 ആയാത്തുകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 9 ആയാത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഇതൊക്കെ അസാധാരണത്വമുള്ള മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ ഇതൊന്നും ആവശ്യമില്ല. ഇതുവരെ ആവശ്യപ്പെട്ട മുറക്ക് അവർക്ക് വിസ്മയകരങ്ങളായ ചില കാര്യങ്ങൾ കാണിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷെ അതിനൊരു അനന്തരഫലം ഉണ്ടാവും. ഈ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടിട്ട് അത് ഉൾക്കൊള്ളാനും
അതിൽ നിന്ന് മാർഗദർശനം നേടാനും അവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ ദൈവിക നടപടി അതിനെ തുടർന്ന് നടപ്പിലാകും. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ഒരു സ്വാഭാവികമായ രീതിയിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഉൾക്കൊള്ളാൻ വേണ്ട എല്ലാ തെളിവുകളും പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ കാണിക്കപ്പെടുന്ന മുഅ്ജിസത്തുകൾ എന്ന വിധത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആയാത്തുകൾ കാണിക്കപ്പെടുമ്പോ അതിനെ തുടർച്ചയായിട്ട് അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ട അജല് പൂർത്തിയാകുന്നതോടെ ദൈവിക നടപടികൾ ആ സമൂഹത്തിന്റെ നേരെ ഉണ്ടാകും എന്നതാണ് എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യ നിർവഹണ ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മക്കയിലെ ഈ നിഷേധികളായ ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ്. അതിന് ഒരു പൊതു സ്വഭാവമുണ്ട് എന്ന് കാണാൻ കഴിയും. പ്രവാചകന്മാരോട് സാധാരണ സമൂഹം നടത്തുന്ന പ്രതികരണങ്ങൾക്ക് എല്ലാ കാലങ്ങളിലുമായിട്ട് ഒരു പൊതു സ്വഭാവമുണ്ട് എന്നത് കാണാൻ കഴിയും. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങൾക്ക് ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ടാവും. അതിനെ തുടർന്ന് അവർക്ക് നേരെ സ്വീകരിക്കപ്പെടുന്ന നടപടികളുടെ കാര്യത്തിലും ചില പൊതു സ്വഭാവങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സൂറത്തു ശുഅറയില് ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണം നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തില് അത് തള്ളിക്കളയുന്ന, അതിന് സാക്ഷ്യം ആവശ്യപ്പെടുന്ന ആളുകൾക്കുള്ള ചില മറുപടികളാണ്, ചില പ്രതികരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നേരത്തെ കൈകാര്യം ചെയ്യപ്പെട്ട വിഷയങ്ങളെ പോലെയുള്ള അതേ രീതിയിലല്ല, അതേ പിന്നിട്ട സൂറത്തുകളിലെ രീതിയിലും ശൈലിയിലുമല്ല, വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വിധത്തിലുമാണ് സൂറത്ത് ശുഅറയിലെ പ്രതിപാദ്യങ്ങൾ എന്ന് കാണാൻ പ്രയാസമൊന്നുമില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ മക്ക കാലഘട്ടത്തില് ഏകദേശം അതിന്റെ മധ്യഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നത് വ്യക്തമാക്കിയല്ലോ. ഇക്കാര്യം ഇതിന്റെ ഉള്ളടക്കവും ശൈലിയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടും. അതിനു പുറമെ നമ്മൾ എത്തിച്ചേരുന്ന അത്തരം ബോധ്യങ്ങൾക്കുള്ള പിൻബലമായിട്ട് പല ഹദീസുകളും കാണാൻ കഴിയും. സഹാബിമാരുടെ നിരീക്ഷണങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇത് സംബന്ധമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം, സൂറത്തു ത്വാഹയും സൂറത്തുൽ വാഖിഅയും സൂറത്തു ശുഅറയും ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് അവതരിച്ചിട്ടുള്ളത് എന്നതാണ്. ഇതില് സൂറത്തു ശുഅറ അവതരിക്കുന്നതിന് മുമ്പായിട്ടാണ് അൽ വാഖിഅയും ത്വാഹയും അവതരിക്കുന്നത്. ത്വാഹയുടെ അവതരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന് മുമ്പാണ്. സൂറത്തു ത്വാഹ പാരായണം ചെയ്ത് കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാവുന്നത് എന്നതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോ അൽ വാഖിഅയും ത്വാഹയും അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് സൂറത്ത് ശുഅറ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സൂറത്തിന്റെ പ്രതിപാദ്യം അല്ല അശ്ശുഅറ, കവികൾ എന്ന കാര്യം, അതതിന്റെ തലക്കെട്ട് മാത്രമാണ്. ഈ സൂറത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ലേബൽ എന്ന നിലക്ക് മാത്രമാണ് അശ്ശുഅറ എന്ന പ്രയോഗം തലക്കെട്ടായി സ്വീകരിച്ചിരിക്കുന്നത്. കവികളെ കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് സൂറത്തിന്റെ അവസാന ഭാഗം എത്തുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ മക്കയിലെ
ഏകദേശം ഒരു 7-8 കൊല്ലം അല്ലെങ്കിൽ 8-9 കൊല്ലമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനോട് നിഷേധാത്മകമായ നിലക്ക് പ്രതികരിച്ച ആ മക്കയിലെ കുഫാറുകൾ അവരെല്ലാവരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടുന്നതിന് വേണ്ടി ഇസ്ലാമിനെതിരിൽ കൈകോർത്ത് നിൽക്കുകയാണ്. അവരുടെ വാദഗതികളും പ്രതികരണങ്ങളും ഒരു കൺസിസ്റ്റൻസി ഉള്ള വിധത്തിലൊന്നുമല്ല. ചിലപ്പോഴും അവര് ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ അവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കും, കവിയാണ്, അതുപോലെ ജാലവിദ്യക്കാരനോ, അതുപോലെ ഭ്രാന്തന് എന്നൊക്കെയാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും അവരുടെ ആക്ഷേപങ്ങളോ അവരുടെ പ്രതികരണങ്ങളോ ഒരുപോലെയല്ല. ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്ന സന്ദർഭമുണ്ട്, ചിലപ്പോ അവര് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആക്ഷേപങ്ങളാണ് ഇങ്ങനെ ഉന്നയിക്കുന്നത്. കവിയാണെന്ന്, ഭ്രാന്തനാണെന്ന്, ജാലവിദ്യക്കാരനാണ്, അല്ലെങ്കിൽ മാരണവിദ്യ ചെയ്യുന്നവനാണ്, സിഹ്ർ ചെയ്യുന്നവനാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതൊന്നും തന്നെ അവര് ആലോചിച്ച് പിടിച്ച് ഒരു തീരുമാനം എടുത്തുകൊണ്ട് നബിയെ കുറിച്ച് പറയുന്ന കാര്യമല്ല. അവർക്ക് തൽക്കാലം അള്ളാഹുവിന്റെ ദൂതൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ ഇഷ്ടമല്ല. അതിനവർക്ക് കൂടൂല എന്നാണ് അതിന്റെ ചുരുക്കം. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്നുള്ള നിലക്ക് അവർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത് തീർച്ചയായിട്ടും വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അത്രയും ഇൻവോൾവ് ആണ്. അദ്ദേഹം നിർവഹിക്കുന്ന ആ ദൗത്യത്തിൽ അത്രയും ആത്മാർത്ഥതയോടുകൂടി അതിൽ ഇൻവോൾവ് ആയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതില് അത്രയും വലിയ വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാവണം. സൂറത്തുൽ കഹ്ഫിൽ പരാമർശിച്ച പോലെയുള്ള ഒരു പ്രയോഗം ഇവിടെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ ആളുകള് നിഷേധികളായി മാറുന്നത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവുന്ന മനോവിഷമം അത് അദ്ദേഹത്തെ നശിപ്പിക്കാൻ പോലും കാരണമാകുന്ന വിധത്തില്, അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകാൻ പോലും കാരണമാകുന്ന വിധത്തില് വല്ലാത്ത അപകടകരമായ തലത്തിലുള്ള ഒരു ദുഃഖമാണ് എന്ന വിധത്തിൽ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ ചിലയിടത്തൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയും അങ്ങനെ ഒരു പരാമർശം കാണാം. യഥാർത്ഥത്തിൽ ഈ ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നത്, നിർബന്ധപൂർവം കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. അവരുടെ കണ്ടങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് അങ്ങ് തിരിച്ചു നിർത്താൻ അവരെ നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ആയാത്തുകൾ അവർക്ക് കാണിക്കാനൊക്കെ അള്ളാഹുവിന് തീർച്ചയായിട്ടും സാധിക്കും. പിന്നെ അവർക്ക് മറ്റൊരു ദിശയിലേക്ക് അവരുടെ ശിരസ് തിരിക്കാൻ കഴിയാത്ത വിധത്തില് അങ്ങ് ഒരു ഭാഗത്തേക്ക് തിരിച്ച വിധമാക്കി മാറ്റാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവരെ ആയാത്തുകൾ കാണിച്ചുകൊണ്ട് പോലും നിർബന്ധിക്കുക എന്നൊരു സംഗതി അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. യുക്തിക്കും ബുദ്ധിക്കും സ്വീകാര്യമായ ഉൾക്കൊള്ളാവുന്ന മനന പ്രക്രിയയിലൂടെ ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമായിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് സ്വമേധയാ കടന്നു വരുന്നവരാര് എന്നതാണ് അള്ളാഹു നോക്കിക്കാണുന്നത്. മറിച്ചൊന്നും എതിർത്തൊന്നും പറയാൻ കഴിയാണ്ടാകുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം അങ്ങ് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഫോഴ്സ്ഡ് ആക്കുക, നിർബന്ധിതരാക്കുക സത്യവിശ്വാസികളാകാൻ വേണ്ടി എന്നൊരു പരിപാടി അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരാവശ്യപ്പെടുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിക്കാത്തത്. ആലോചിക്കുക, കാര്യങ്ങളുടെ യുക്തിപരത മനസ്സിലാക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക എന്നതാണ് മനുഷ്യനുള്ള നിർദ്ദേശം. മനുഷ്യനെ നിഷേധിക്കാനും തള്ളിക്കളയാനും ഒന്നും കഴിയാത്ത വിധത്തില് അവരെ ഫിസിക്കലായിട്ട് ഫോഴ്സ് ചെയ്യുക എന്നുള്ള പരിപാടിയും ഇല്ല. അതുപോലെ ദൈക്ഷണികമായി അവരെ ട്രാപ്പ് ചെയ്തിട്ട് വിശ്വാസത്തിൽ അങ്ങ് കുടുക്കി കളയുക എന്നുള്ള ഒരു പരിപാടിയും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല.
അള്ളാഹു അവരെയൊക്കെ വിശ്വാസികളാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഇല്ല എന്ന കാര്യവും അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. അവരെ കഴുത്തിന് പിടിച്ച് ബലമായിട്ടൊരു ദിശയിലേക്ക് തിരിച്ചു നിർത്തുക എന്നത് അള്ളാഹുവിന്റെ താല്പര്യമേ അല്ല. സത്യാന്വേഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സൂചനകൾ നൽകുക എന്നതാണ് അള്ളാഹുവിന്റെ പദ്ധതി. അതിന് വേണ്ട ദൃഷ്ടാന്തങ്ങളാണ് പ്രപഞ്ചം നിറയെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇനി പ്രവാചകന്റെ ദൗത്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ തന്നെയും കാണിക്കപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ അവർക്കത് ഉൾക്കൊള്ളാൻ ധാരാളം മതിയായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതിലെ ആയാത്തുകൾ, അവരെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം ഒരാൾക്കും ഉരുവിടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വളരെ നിസ്തുലമായ വചനങ്ങളാണ്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും രചിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള സമഗ്രതയും സമ്പൂർണതയും കൃത്യതയും ഒക്കെയുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലേത്. അത് ദൈവിക ദൃഷ്ടാന്തങ്ങളായിട്ട് ബോധ്യപ്പെടാത്ത ആളുകൾ അതുപോലെയുള്ളത് കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വെല്ലുവിളിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ ആവശ്യപ്പെടുന്നത്. ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലെയുള്ള അധ്യായങ്ങൾ നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്നാണ് അവിടെ അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറയുകയുണ്ടായത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആയാത്തുകളെങ്കിലും കുറച്ച് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അതുതന്നെ സത്യം തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യം നൽകുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തില്, മാനവ ചരിത്രത്തില് തുടക്കം മുതൽ ഇന്നേ വരെ ഒരാൾക്കും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വചനങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചെയ്തതും അല്ല. ദൈവിക ദൃഷ്ടാന്തങ്ങൾ വെളിപ്പാടായിട്ട് നൽകപ്പെട്ടത് കേൾപ്പിക്കുകയാണ്. അതുതന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തില് മക്കയിലെ ആളുകൾ കാണിക്കുന്ന നിഷേധം, അതിന്റെ പേരിൽ പ്രവാചകരെ താങ്കള് മനോവ്യഥ ഉള്ളവനായി സ്വയം നശിപ്പിക്കുന്നവൻ ആകേണ്ടതില്ല. അങ്ങനെ തകർന്നു പോകുന്ന സ്വയം നശിക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള മനോവിഷമമൊന്നും അതിന്റെ പേരിൽ താങ്കൾ കാണിക്കേണ്ട. കാരണം ഇവരുടെ താല്പര്യങ്ങളുടെ പുറകിലാണ്. ഇവരുടെ താല്പര്യങ്ങൾക്ക് വിഘ്നമാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവര് ഈ സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരിക്കുന്നത്. നിഷേധികൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ അവര് നിഷേധിക്കുന്നു, വിശ്വാസികളാകാൻ കൂട്ടാക്കാതിരിക്കുന്നു. അപ്പൊ അവരുടെ നിഷേധത്തിന് അവർ ഉന്നയിക്കുന്ന ചില ന്യായങ്ങള്, വിമർശനങ്ങള്, തന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതിനും വലിയ പുതുമയൊന്നുമില്ല. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് അത്തരം മനോഭാവവും ന്യായങ്ങളും വിമർശനങ്ങളും തന്ത്രങ്ങളും ഒക്കെ തന്നെയാണ്. പ്രവാചകന്മാർ അതിനോടുള്ള പ്രതികരണമായിട്ട് നൽകിയിട്ടുള്ള അവരുടെ അധ്യാപനങ്ങൾ, അവരുടെ വിശദീകരണങ്ങൾ, അതൊക്കെ തന്നെയും എല്ലാ കാലഘട്ടത്തിലും സമാനമായതാണ് എന്ന് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഫറോവയുടെയും കൂടെയുള്ള ആളുകളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന ന്യായങ്ങളുണ്ട്. ചില യുക്തിഭദ്രമായ വാദങ്ങളുണ്ട്. അതിന് വ്യത്യസ്തമായതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതിന്റെയൊക്കെ കാമ്പും സാരവും ചൈതന്യവും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നത്
കാണാൻ പ്രയാസമില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയല്ല, എന്തെങ്കിലും ദുഷ്ടലക്ഷ്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരു നാട്യക്കാരനല്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് പച്ച പരമാർത്ഥമായ സത്യമാണ്. അദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല. നിങ്ങൾ എത്ര തന്നെ അക്രമപരമായ നിലപാടാണ് പ്രതികരണമായിട്ട് സ്വീകരിക്കുന്നതെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരിക്കലും തന്നെ അസത്യമായ മിഥ്യയായ കാര്യമല്ല. ഇനി സത്യത്തെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം ഇത്തരം നാട്യക്കാരുടെയോ കവികളുടെയോ ഭ്രാന്തന്മാരുടെയോ ദുഷ്ടലക്ഷ്യങ്ങളുമായി വരുന്ന ആളുകളുടെയോ വഴികളോ രീതികളോ സ്വീകരിക്കാനും പോകുന്നില്ല. ഇനി അള്ളാഹുവിന് എല്ലാം കഴിയുമല്ലോ, അതുകൊണ്ട് നിങ്ങളെ വരച്ച വരക്കങ്ങ് നിർത്തിക്കളയാം എന്ന നിലക്ക് അതിന് പറ്റുന്ന ഒരു ദൃഷ്ടാന്തം കാണിക്കാനും അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നില്ല. അങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിക്കേണ്ടതില്ല. അവര് സ്വന്തം നിലക്ക് അവരുടെ യുക്തിയുടെയും ബുദ്ധിയുടെയും തലത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി തീരുമാനങ്ങളിലേക്ക് വരട്ടെ. അവരെ ഒരു ദൃഷ്ടാന്തം കൊണ്ട് പോലും നിർബന്ധിച്ച് സത്യവിശ്വാസികളാക്കുക എന്നത് അള്ളാഹു ഉദ്ദേശിച്ച കാര്യമേ അല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന പ്രമേയങ്ങളിലെ സുപ്രധാനമായ ഒന്ന് എന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തിന്റെ പേരിനെ അവതരിച്ച ഘട്ടം, അതിന്റെ ഉള്ളടക്കം, അതിന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ശുഅറ എന്ന പേരിന്റെ അർത്ഥം, അത് ഈ സൂറത്തിലെ ഏത് ആയത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. 227 ആയത്തുകളുള്ള സൂറത്താണെങ്കിലും താരതമ്യേന ചെറിയ സൂറത്ത് തന്നെയാണ്. സൂറത്തുൽ ബഖറയിലെ പോലെ ദീർഘമായ ആയത്തുകളുള്ള ഒരു സൂറത്തല്ല ഇത്. അതുകൊണ്ട് തന്നെ ഏതാനും പേജുകൾ കൊണ്ട് തീരുന്ന, പഠനം പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ പഠനത്തിന്റെ ആമുഖമായിട്ട് സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. ഇന്നലെ ഒരു പ്രതികരണം അയച്ചു കിട്ടിയത്, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും നമുക്ക് സൂറത്ത് ശൂറാന്റെ പഠനവുമായിട്ട് ഒരുമിച്ച് ചേരാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.